വ്യാകുല മാതാവ്. പരിശുദ്ധ മാതാവിൻ്റെ വ്യാകുലത്തോടുള്ള വണക്കം തിരുവചനാധിഷ്ഠിതമാണ്. യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ പരിശുദ്ധനായ ശിമയോൻ പ്രവചിച്ചു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. പരിശുദ്ധ കന്യക തൻ്റെ വിശ്വാസത്തിൻ്റെ തീർത്ഥയാത്രയിൽ മുന്നേറുകയും പുത്രനുമായുള്ള ഐക്യം കുരിശുമരണം വരെ വിശ്വസ്തതാപൂർവം തുടരുകയും ചെയ്തു. തൻ്റെ ഏകജാതനോടുകൂടി ദൈവിക പദ്ധതികൾക്കനുസൃതമായി നിഷ്ഠൂര വേദനകൾ സഹിച്ചുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ അവൾ നിലകൊണ്ടു. മാതാവിൻ്റെ ഹൃദയം 7 വാളുകളാൽ കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായി വ്യാകുല മാതാവിൻ്റെ രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. തൻ്റെ അമ്മയുടെ ദുഃഖത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് അവിടുത്തെ ഏറെ സന്തോഷിപ്പിക്കുന്നുവെന്ന് ബിനോസ്കയിലെ വാഴ്ത്തപ്പെട്ട വെറോനിക്കയോട് ഈശോ തന്നെ വെളിപ്പെടുത്തി. വിശുദ്ധ ബ്രിജിറ്റിനോട് അമ്മ പറഞ്ഞു, വളരെ ചുരുക്കം പേർ മാത്രമാണ് നിന്റെ വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ എന്നെ മറന്നാലും നീയെങ്കിലും എന്നെ മറക്കരുത്. 1913 പയസ് 10 വ്യാകുല മാതാവിൻ്റെ തിരുനാൾ സെപ്റ്റംബർ 15 പ്രഖ്യാപിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും ഈശോയെയും അമ്മയെയും വേദനിപ്പിക്കാതിരിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. സുഹൃത ജപം. വ്യാകുല മാതാവേ, സഹനങ്ങളിൽ സമചിത്തത പാലിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ.